കരയേറ്റിക്കൊണ്ട് കർത്താവിൻ്റെ സന്നിധാനത്തിൽ നമുക്കായിരിക്കാം. ബൈബിൾ സ്റ്റഡി ആരംഭിക്കുവാൻ പോവുകയാണ്. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം എൻ്റെ 8-ാമത്തെ വാക്യം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ വായിച്ചാൽ നന്നായിരിക്കും. ഹീബ്രൂസ് ചാപ്റ്റർ 11 and verse 8. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായം എൻ്റെ 8-ാമത്തെ വാക്യം. വിശ്വാസത്തിൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാകുവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. കണ്ണുകളെ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല പകലിനായി സ്തോത്രം. അവിടുത്തെ പാദപീഠത്തിൽ അല്പസമയം വചനത്തിന് മുമ്പാകെ ആയിരിക്കുന്നു. അവിടെ ഞങ്ങളോട് സംസാരിക്കണമേ, ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമാക്കി തീർക്കണം, വിടുതലാക്കി തീർക്കണം. പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ. കടന്നു വന്ന എല്ലാവരെയും കർത്താവ് യേശു ക്രിസ്തുവിൻ നാമത്തിലെ സ്നേഹവന്ദനം അറിയിച്ചുകൊള്ളട്ടെ. നമുക്ക് വളരെ സുപരിചിതമായൊരു വാക്യമാണ്. പ്രത്യേകിച്ച് വിശ്വാസകോളത്തിൽ ഏറ്റവും സുപരിചിതമായ ഒരു അധ്യായം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ 11-ാം അധ്യായമാണ്. നമ്മൾ അനേക പ്രസംഗങ്ങൾ, അനേക വേദ പഠന ക്ലാസ്സുകൾ എല്ലാം എബ്രായർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന് കേൾക്കാനിടയായിട്ടുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ സഭയിൽ തന്നെ കർത്താവൻ ദാസൻ പല പ്രാവശ്യം ഈ കഴിഞ്ഞ 20 വർഷത്തിന് കൊണ്ട് പലവട്ടം എബ്രായർക്ക് എഴുതിയ ലേഖനം വളരെ ഡീപ്പായിട്ട് സ്റ്റഡി ചെയ്യുന്നുണ്ട്. ഓരോ പ്രാവശ്യവും ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യുമ്പോഴൊക്കെയും അല്ലെങ്കിൽ അത് കേൾക്കുമ്പോഴൊക്കെയും എൻ്റെ ജീവിതത്തിൽ പുതിയൊരു ആംഗിളിലേക്ക് കൂടെ കർത്താവിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ അത് കാരണമായി തീരുന്നുവെന്ന് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ. അതുകൊണ്ട് നാം കേട്ട് ആവർത്തന വിരസതയുള്ളൊരു ഭാഗമാണെന്ന് ഒരിക്കലും ചിന്തിക്കാതെ ഒരു റിസീവിങ് മൈൻഡിൽ ഇരുന്നാൽ ഈ പകൽക്കാലം നമുക്കത് അനുഗ്രഹമായി തീരും. ബൈ ഫെയ്ത്ത് Abraham, when he was called, obeyed by going out to a place which he was to receive for an inheritance, and he left not knowing where he was going. എവിടേക്ക് പോകുന്നുവെന്നറിയാതെ വിശ്വാസത്തിൽ ഇറങ്ങിത്തിരിച്ച അബ്രഹാം. അതുകൊണ്ടാണ് അബ്രഹാമിനെ കുറിച്ച് എപ്പോഴും നാം കേട്ടിട്ടുള്ളത്, അബ്രഹാം വിശ്വാസികളുടെ പിതാവ്, വിശ്വാസത്തിൻ്റെ നായകൻ. ആരെയാണ് അബ്രഹാം പിതാവ് വിശ്വസിച്ചത്? വിശ്വാസത്തിൻ്റെ നായകനും സകലതും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവിലാണ് അബ്രഹാം വിശ്വസിച്ചത്. അതുകൊണ്ടാണ് അബ്രഹാമിൻ്റെ വിശ്വാസ ജീവിതം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം പലരെയും വിശ്വസിക്കാറുണ്ടല്ലേ. ഐ ട്രസ്റ്റഡ് ദാറ്റ് ഇൻ ദ ലേറ്റസ്റ്റ് സ്റ്റേജ്. അതുപോലെ സംഭവിച്ചില്ലേ നമ്മൾ പറയും, ഞാൻ ആ വ്യക്തിയെ ഞാൻ വിശ്വസിച്ചു, അല്ലെങ്കിൽ ആ സാഹചര്യത്തെ ഞാൻ വിശ്വസിച്ചു, അല്ലെങ്കിൽ ആ പ്രസ്ഥാനത്തെ ഞാൻ വിശ്വസിച്ചു. അങ്ങനെയൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷെങ്കിൽ അതെനിക്ക് വിശ്വസിച്ചു, അത് പക്ഷെങ്കിൽ അത് കളിപ്പീരായി പോയി എന്ന് നാം പലപ്പോഴും കേട്ടിട്ടുണ്ട്. ഈവൻ നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെങ്കിൽ അബ്രഹാം പിതാവിൻ്റെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടതായ ഒരു കാര്യം, താൻ ആരെ വിശ്വസിച്ചു. ദാറ്റ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ കണ്ടംപററി ലൈഫ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ഏറ്റവും പരമപ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം നാം ആരെയാണ് വിശ്വസിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു അവൻ എൻ്റെ ഉപനിധി കാക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. അപ്പോൾ ഈ രണ്ടുപേരും വിശ്വസിച്ചത് കർത്താവായ യേശു ക്രിസ്തുവിലായിരുന്നു, അല്ലെങ്കിൽ തേജോമയനായ ദൈവത്തിലായിരുന്നു, അല്ലെങ്കിൽ ഓൾമൈറ്റി ഗോഡ്, സർവത്തെയും നിർമ്മിച്ച സകല ചരാചരങ്ങളുടെയും സൃഷ്ടാവായ ദൈവത്തിലായിരുന്നു ഇവർ രണ്ടുപേരും വിശ്വസിച്ചത്. ഭക്തന്മാരുടെ പട്ടിക നാം എടുത്താൽ, അല്ലെങ്കിൽ പ്രവാചകന്മാരുടെ, അല്ലെങ്കിൽ ശ്ലീഹന്മാരുടെ, ശിഷ്യന്മാരുടെ ഒക്കെയും പട്ടിക, അപ്പോസ്തലന്മാരുടെയൊക്കെ പട്ടിക എടുത്താൽ ഇവരെല്ലാം വിശ്വസിച്ചത് ഒരു സിംഗിൾ പേഴ്സണിലായിരുന്നു. അവരുടെ ഫോക്കസ് എല്ലാം ഒരേ സ്ഥാനത്തേക്കായിരുന്നു. ഇന്ന് നമ്മുടെ ആനുകാലിക ജീവിതത്തിൽ നമുക്ക് പറ്റുന്നത് കാണുന്നതെല്ലാം വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ വിശ്വസിക്കുവാൻ നാം നിർബന്ധിതരാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഇന്നത്തെ സോഷ്യൽ മീഡിയ, അല്ലെങ്കിൽ എല്ലാ മീഡിയയും എല്ലാം സോഷ്യലാണ്. ലൈഫ് പോലും ഇപ്പോൾ സോഷ്യലാണ്. എവറിതിങ് ഈസ് സോഷ്യൽ. നമ്മൾ തന്നെ പറയും, ഒരു സോഷ്യൽ ലൈഫ് വേണ്ടേ. ഞാൻ പലരോടും പറഞ്ഞിട്ടുണ്ട്, വിശ്വാസികളൊക്കെ അവർ തമ്മിൽ ചെറിയൊരു ഗ്രൂപ്പായിട്ട് അവരൊക്കെ കൂടിയിരുന്നു, അവർ സന്തോഷിക്കുന്ന, എല്ലാവരെല്ലാം പിക്നിക്കിന് പോകുന്നു, എന്തെങ്കിലുമൊക്കെ പോകുന്നു, വാട്ടെവർ. അപ്പം ഇവർക്കൊരു സോഷ്യൽ ലൈഫ് വേണ്ടേ, ഒരു പൊതുജീവിതം വേണ്ടേ എന്ന് നമ്മൾ പോലും അറിഞ്ഞോ അറിയാതെയോ ചോദിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സോഷ്യലി പ്രോമിനൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ സമൂഹത്തിൽ
നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ നിലയും വിലയുമുള്ള ഒരു വ്യക്തി. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ നമുക്ക് ഇപ്പോൾ കേരളത്തിലെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, വലിയ ഗ്രൂപ്പുകൾ അവർ പല ഓഫറുകൾ കൊടുത്ത ആളുകളെ അവരെ അട്രാക്റ്റ് ചെയ്യുകയാണ്. എന്തിനാണ്? ഇൻവെസ്റ്റ് ഇൻ ദിസ് പ്രോജക്റ്റ്, ഇൻവെസ്റ്റ് ഇൻ ദിസ് പ്രോഗ്രാം. അപ്പോൾ ഇതെല്ലാം ചെയ്തിട്ട് ആളുകൾ എന്തെങ്കിലും കൊണ്ടുവന്ന് ഇവരുടെ പേഴ്സണാലിറ്റി കണ്ടിട്ടാണ് പലരും കൊണ്ടുവന്ന് പണം ഇടുന്നത്. ഇവരുടെ പേഴ്സണാലിറ്റി കണ്ടാണ് പലരും പല സംഘടനകളിൽ അംഗങ്ങളാകുന്നത്. ഇവരെ പേഴ്സണാലിറ്റി കണ്ടാണ് പല ഓർഗനൈസേഷനിൽ അല്ലെങ്കിൽ ക്ലബ്സിൽ മെമ്പർഷിപ്പ് എടുക്കുന്നത്. ആമേൻ. ഒരു ദിവസം ഇവരുടെ പേഴ്സണാലിറ്റിയുടെ മുഖം മൂടി അഴിഞ്ഞു വീഴുമ്പോൾ അതെല്ലാം പരാജയപ്പെടുന്നു. നമുക്ക് പുതിയ നിയമത്തിൽ തന്നെ അപ്പോസ്തലനായ പൗലോസ്, ശീലാസ് അവരൊക്കെ യാത്ര ചെയ്ത് പോയപ്പോൾ അവരോട് കൂടെ അവരെ പോലെ അനുകരിക്കാൻ ശ്രമിച്ച ചിലവരൊക്കെ ഉണ്ട്. അതിലൊന്നായിരുന്നു സ്കേവായുടെ മക്കൾ. അപ്പോൾ സ്കേവായുടെ മക്കളുടെ മുഖംമൂടി വലിച്ചഴിച്ച ആരായിരുന്നു? പരിശുദ്ധാത്മാവായിരുന്നു. പരിശുദ്ധാത്മാവിടെ ഇടപെട്ടപ്പോൾ ഭൂതം കയറിയ മനുഷ്യൻ അവരെ ചോദ്യം ചെയ്തു. കാരണം അവർക്ക് യാതൊരു റൈറ്റുമില്ല, യാതൊരു അധികാരവുമില്ല, യാതൊരു ശക്തിയുമില്ല. അവർക്കൊന്നുമില്ലാതിരിക്കുമ്പോൾ അവരെ എക്സസൈസ് ചെയ്യുവാൻ ശ്രമിക്കുന്നു. പക്ഷെങ്കിൽ ഇവിടെ അബ്രഹാം പിതാവിനെയും അല്ലെങ്കിൽ അപ്പോസ്തലനായ പൗലോസിനെയൊക്കെ നാം നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് അവരാരെ വിശ്വസിച്ചിരുന്നു, അവൻ ആരെന്നവർക്ക് മനസ്സിലായി. അബ്രഹാമിൻ്റെ ജീവിതത്തിൽ പറഞ്ഞ ഉടനെ തന്നെ അനുസരിച്ച് ഇറങ്ങി തിരിച്ചെങ്കിലും ഡേ ആഫ്റ്റർ ഡേ ഹി വാസ് എക്സ്പീരിയൻസിങ് ദ പവർ ഓഫ് ദി ഓൾമൈറ്റി ഗോഡ്. ഓരോ പ്രാവശ്യവും അബ്രഹാമുമായിട്ട് ഉള്ള ദൈവത്തിൻ്റെ എൻകൗണ്ടർ നമുക്കറിയാം. അബ്രഹാമിനെ വിളിച്ച് ഐ ആം ദാറ്റ് ഐ ആം, ഞാൻ ആരെന്ന് നിനക്ക് ഞാനൊന്ന് മനസ്സിലാക്കി തരാം. കൊടുത്ത വാഗ്ദത്തങ്ങളൊന്നും അന്നത്തെ ആനുകാലിക ജീവിതവുമായിട്ട് ബന്ധിപ്പിക്കുമ്പോൾ ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ്. ഞാൻ നിന്നെ വർദ്ധിപ്പിച്ച് വലിയൊരു ജാതിയാക്കും, അന്നേരം പിള്ളേർ പോലുമില്ല. അല്ലെങ്കിൽ ഞാൻ നിന്നെ സമ്പത്ത് വർദ്ധിപ്പിക്കും. ഈ സമ്പത്ത് എന്നൊക്കെ പറയുമ്പോൾ ഇതൊക്കെ കുറച്ചൊക്കെ വർദ്ധിക്കുന്നുണ്ടെങ്കിലും ഇത് ഇൻഹെറിറ്റ് ചെയ്യുവാൻ ഒരു തലമുറയില്ലാത്ത സമയത്ത് ദൈവം കൊടുക്കുന്ന ചില വാഗ്ദത്തങ്ങൾ. എങ്കിലും ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. അത് ഇന്നത്തെ നമുക്ക് ഓഫറൊക്കെ കിട്ടുമ്പോൾ ഇന്ന് വലിയ കമ്പനികളൊക്കെ ഓഫറുകൾ കൊടുക്കുമല്ലോ, ഇത്ര ഇൻവെസ്റ്റ് ചെയ്താലേ നിങ്ങൾക്ക് ഇത്രയും മടക്കി കിട്ടും. അപ്പം അതവർ കൊടുക്കുന്ന ഒരു ഓഫറാണ്. ഈ ഓഫർ എന്ന് പറഞ്ഞാൽ ഇത് ഇറ്റേണിറ്റിയുമായിട്ട് കണക്റ്റഡായ ഓഫറായിരുന്നു. അവിടെയാണ് അതിൻ്റെ വ്യത്യാസം. ബാക്കിയെല്ലാം പുഴുവും തുരുമ്പും കെടുത്തിക്കളയുന്നതും കള്ളന്മാർ തുരുന്ന് മോഷ്ടിച്ചു കൊണ്ട് പോകുന്നതുമായ കാര്യത്തിലാണ് ഇവിടെ നമുക്ക് കിട്ടുന്നതും അല്ലെങ്കിൽ കേൾക്കുന്നതുമായ ഓഫറുകൾ. മറ്റേ ഈ അബ്രഹാം പിതാവിൻ്റെ കാര്യം എടുത്താൽ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കാര്യം എടുത്താൽ അവർക്കൊക്കെ കിട്ടിയ ഓഫറുകളെല്ലാം ഇറ്റേണിറ്റിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആമേൻ. സഹോദരൻ, രാവിലെ നമ്മുടെ ആദ്യത്തെ പ്രാർത്ഥന സഹോദരൻ ബിജു പ്രാർത്ഥിച്ചപ്പോൾ സ്പിരിച്വൽ എൻറിച്ച്മെൻറ്റ് എല്ലാവർക്കും ഇന്നത്തെ ആരാധനയിൽ കൂടെ ലഭിക്കണമേ. നിങ്ങൾ എത്ര പേര് കേട്ടെന്നറിയത്തില്ല, ശ്രദ്ധിച്ചെന്നറിയത്തില്ല. കർത്താവ് ഇന്നത്തെ ആരാധനയിൽ കൂടെ ആത്മീയമായ വർധനം, അതായിരുന്നു അതിൻ്റെ കണ്ടന്റ്. I was listening very, very carefully. The whole prayer was connected to that. ഇന്നത്തെ ആരാധന ഒരു സ്പിരിച്വൽ എൻറിച്ച്മെൻറ്റിലേക്ക് ജനത്തെ നയിപ്പാൻ ഇടയായി തീരണം. അതായിരുന്നു അബ്രഹാം പിതാവ് ഇവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അത് തന്നെയായിരുന്നു ദൈവം ശില്പിയും പണിക്കാരനുമായി നിർമ്മിച്ചിരിക്കുന്ന ആ പട്ടണത്തെ ലക്ഷ്യമാക്കി. അപ്പം ലിറ്ററലി ഇവിടെ ഒന്നും കാണുവാൻ കഴിയുന്നില്ല. വെർച്വൽ, നമ്മൾ ഈ വെർച്വൽ എന്നുള്ള വാക്ക് ഇന്ന് വളരെ കോമൺ അല്ലേ? എല്ലാവർക്കും അറിയാവുന്ന, പിള്ളേർക്കും അറിയാം, ഈവൻ പ്രായമുള്ളവർക്കും അറിയാം. വെർച്വൽ മീറ്റിംഗ്, വെർച്വൽ കോൺഫറൻസ് അല്ലേ? ഇന്നലെയും നമ്മൾ വെർച്വലായിരുന്നു സൂമിൽ കൂടെ വന്നപ്പോൾ. അപ്പോൾ അദ്ദേഹം കാണുന്നത് ഒരു വെർച്വലായിട്ട് ദൈവം ശില്പിയും പണിക്കാനും ആരും കണ്ടിട്ടില്ല, അതുവരെ ആരും കേട്ടിട്ടുമില്ല. പക്ഷെ ദൈവം കൊടുത്ത ദർശനം അത്ര ശ്രേഷ്ഠമായിട്ട്, അത്ര കാര്യമായിട്ട് അത് ഏറ്റെടുത്തപ്പോൾ അതൊരു അനുഗ്രഹമായി തീർന്നു. The main point in the 11th chapter is faith from the perspective of forward-looking trust in God's promises. Forward-looking trust in God's promises. ദൈവത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, ദൈവത്തിൽ നിന്ന് സകല വാഗ്ദത്തങ്ങളും അത് ഉവ്വെന്ന് തന്നെയാണ്. എവിടെ നിന്നുള്ള വാഗ്ദത്തം?
ദൈവത്തിൽ നിന്നുള്ള സകല വാഗ്ദത്തങ്ങളും അത് ഉവ്വെന്ന് തന്നെയാണ്. അതൊരിക്കലും മാറിപ്പോകുകയില്ല. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഞാനൊക്കെ സ്ട്രഗിൾ ചെയ്യുന്ന വി ഓൾ സ്ട്രഗിൾ. ഐ പേഴ്സണലി സേ ഐ സ്ട്രഗിൾ എ ലോട്ട് അറ്റ് ടൈംസ്. പ്രോമിസസ്, വേർ ആർ ദോസ് പ്രോമിസസ്? സങ്കീർത്തനക്കാരൻ ഒരിക്കൽ പറഞ്ഞായിരുന്നു, ദൈവം നമ്മെ മറന്നുപോയോ? അവൻ്റെ വാഗ്ദത്തങ്ങളൊക്കെ ഇല്ലാതായിപ്പോയോ? അവൻ ഇനിയും നമ്മെ ഓർക്കയില്ലയോ? ഒരിക്കൽ എനിക്ക് ലഭിച്ച ഒത്തിരി വാഗ്ദത്തങ്ങളുണ്ടായിരുന്നു. None of them are coming to pass in these days. And I need it right now. ഇപ്പോഴാണ് എനിക്ക് വേണ്ടത്. അത് നമ്മളങ്ങ് പറയുക. ആമേൻ, സ്തോത്രം. അബ്രഹാം വളരെയധികം ആഗ്രഹിച്ചായിരുന്നു തനിക്കൊരു തലമുറ. ആ സമയത്തൊരു തലമുറയെ വളരെ ആഗ്രഹിച്ചാണ്. But he got the promised seed in a very later stage. അത് ദൈവത്തിൻ്റെ ഒരു സമയമായിരുന്നു. അത് എപ്പോഴും അതിലേക്കൊന്ന് അത്രയും നേരമൊക്കെ ഒന്ന് കാത്തിരിക്കാൻ നമുക്ക് പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാം, നമ്മുടെ ആ കാഴ്ചപ്പാടൊക്കെ വളരെ, ഞാൻ എപ്പോഴും വിചാരിക്കും, കർത്താവ് ഇത്രയൊക്കെ പ്രസംഗിക്കുന്നു, പഠിക്കുന്നു, കേൾക്കുന്നു, ആരാധിക്കുന്നു, ദൈവത്തിന് മഹത്വം കണ്ട്, എന്നാലും ആ പെർഫെക്റ്റ് ടൈമിങ്ങിനെ കുറിച്ച് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഇല്ലാതായി പോകുന്നല്ലോ. അന്നേരം നമ്മൾ ഈ വിഷമമൊക്കെ വരുന്നത്. ഈ പ്രത്യാശ വരുമ്പോൾ വൺ ഡേ ദിസ് ഇസ് ഗോയിങ് ടു ഹാപ്പൻ എന്നുള്ള പ്രത്യാശ നമ്മുടെ ഹൃദയത്തിൽ വന്നു നോക്കി എപ്പോഴും നമുക്ക് ഹല്ലേലൂയ ദിസ് വിൽ ഹാപ്പൻ, ഹല്ലേലൂയ, ദൈവത്തിന് മഹത്വം. അപ്പോൾ അവിടെ പറഞ്ഞു ഹി വാസ് ലുക്കിംഗ് ഫോർവേഡ് ലുക്കിംഗ് ട്രസ്റ്റ് ഇൻ ഗോഡ്സ് പ്രോമിസ്. അപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളെ തന്നെയായിരുന്നു എപ്പോഴും ട്രസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നത്. നൗ ഫെയ്ത്ത് ഇസ്, എബ്രായർക്കെഴുതിയ ലേഖനം 11-ാം അധ്യായം 1-ാമത്തെ വാക്യം വായിക്കാം. വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു. നൗ ഫെയ്ത്ത് is the certainty of things hoped for, a proof of things not seen. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം, എ പ്രൂഫ് ഓഫ് നോട്ട് സീൻ. അവിടെ നമ്മൾ ഇംഗ്ലീഷിൽ മലയാളത്തിൽ ഒന്ന് അത് വിശകലനം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഇൻഡെപ്തായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. കാണാത്ത കാര്യങ്ങൾ നിശ്ചയം എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും ഉപയോഗിച്ചത് ഒരു കേട്ടാണ്. പ്രൂഫ് നമ്മൾ പറയത്തില്ല, അതിൻ്റെ ഒരു പ്രൂഫ് വേണം. എല്ലാം നമ്മളൊരു ഡോക്യുമെൻ്റ് പോയാൽ അതിനൊരു പ്രൂഫ് വേണം, അല്ലേ? അതിന് പ്രൂഫ് എപ്പോഴും നമ്മളിങ്ങനെ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും അല്ലെങ്കിൽ ഫോട്ടോ കോപ്പീഡ് അത് രണ്ട്. അപ്പോൾ ഒറിജിനൽ വെച്ച് അത് വെച്ചിട്ടാണ് അവർ നമ്മുടെ ഫോട്ടോ കോപ്പിയിൽ അവർ ഓതറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നോട്ടറൈസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് കൺഫേംഡ് ആയിട്ട് അവർ അതിന് കോമ്പറ്റൻ്റ് അതോറിറ്റീസ് നമുക്ക് ഒപ്പിടുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൂഫാണ് അൺസീൻ പ്രൂഫ്. നമ്മൾ വീടുകളിലൊക്കെ എഴുതില്ല, അൺസീൻ ഗസ്റ്റ് ഇൻ അവർ എവറി മീൽ. വി കനോട്ട് സീ ദ പ്രസൻസ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ് വെൻ വി സിറ്റ് ഇൻ ആ lunch table or a dinner table. But one thing we are sure that his presence is there. The same application goes to every other incident or situations in our life. ആ സെയിം ആപ്ലിക്കേഷനാണ് നമ്മുടെ എല്ലാ സാഹചര്യങ്ങളിലും നാം ഒന്ന് അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഈ പകൽക്കാലം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓർപ്പിക്കുകയാണ്. കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. ആൻഡ് അൺസീൻ ഗോഡ്, വി ബിലീവ് ദാറ്റ് ആൻ അൺസീൻ ഗോഡ് ഈസ് ഇൻ അവർ മിഡ്സ്റ്റ്. നമ്മുടെ മധ്യത്തിൽ നമുക്ക് കാണപ്പെടാൻ പറ്റാത്തൊരു ദൈവമുണ്ട്. പക്ഷെങ്കിൽ നമ്മൾ ഒരു കാര്യം നമുക്കറിയാം, അവൻ്റെ സാന്നിധ്യം നമ്മോട് കൂടെയുണ്ട്. പ്രവാചകനായ മോശ ഒത്തിരി ആഗ്രഹിച്ചതാ, എനിക്ക് നിൻ്റെ മുഖമൊന്ന് കാണണം, എനിക്ക് നിൻ്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം. സാന്നിധ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ തന്നെയും മോശ പറയുന്ന ഐ നീഡ് ടു ഹാവ് എ ടച്ച്, എനിക്കൊന്ന് തൊടണം. അത് തൊടണമെന്ന് ചോദിച്ചില്ല, അതൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങളായിരുന്നിരിക്കാം എന്ന് ഞാൻ എൻ്റെ ഭാവനയിൽ കാണുക. അപ്പോൾ ആ അപ്പം ദൈവം പറഞ്ഞു, യു കനോട്ട് സീ മീ ഫേസ് ടു ഫേസ്. എന്നെ കണ്ടവരാരും അങ്ങനെ ജീവിച്ച, കാരണം വെച്ചാൽ ഞാൻ നിനക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതിനേക്കാൾ വലിയൊരു ദൈവമാണ് എന്ന് അങ്ങനെ പറഞ്ഞില്ലെങ്കിലും അതാണ്, ദാറ്റ് ഈസ് ദ ഹോൾ കണ്ടന്റ്. ദാറ്റ് ഈസ് വാട്ട് ഹി വാസ് ട്രൈങ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് മോസസ്. ആമേൻ, സ്തോത്രം. എൻ്റെ സാന്നിധ്യം, മോശ ഒരിക്കൽ പറഞ്ഞു, തിരുസാന്നിധ്യം കൂടെ പോരണം. കാണുന്നില്ല, തൊടാൻ കഴിയുന്നില്ല, എങ്കിലും മോശ പറയാണ്, യുവർ പ്രസൻസ് ഷുഡ് ഗോ വിത്ത് അസ്. ഇഫ് യുവർ പ്രസൻസ് ഇസ് നോട്ട് ഗോ, ഇപ്പം നിൻ്റെ സാന്നിധ്യം ഞങ്ങളോട് പോരുന്നില്ലെങ്കിൽ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല, ഞാൻ പോകത്തില്ല. ആ ഒരു വിശ്വാസം ഇത്രയും പേരെ ഓരോ ഘട്ടങ്ങൾ, ആദ്യത്തെ ദൈവം മോശയുമായിട്ടുള്ള എൻകൗണ്ടറിലെ മോശ ഒത്തിരി പ്രാവശ്യം പലവട്ടം
പിന്തിരിയാൻ ശ്രമിച്ചു. കാരണം അതൊരു വലിയ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ദൈവമക്കളാകുന്ന ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. So many times God spoke to me like that. It's a great responsibility, not only to be a pastor, not only to be a leader, but being a Christian, being a believer. ഒരു വിശ്വാസി ആയിരിക്കുന്നത് തന്നെ വലിയൊരു ഉത്തരവാദിത്വമാണ്. ആ ഒരു ഉത്തരവാദിത്വം വിട്ട് നാം എപ്പോൾ പോകുന്നു അപ്പോഴൊക്കെയും നാം പരാജയപ്പെടും. വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ ആത്മീയ ജീവിതം വളരെ ശ്രദ്ധിക്കണം. വളരെ ശ്രദ്ധയോടുകൂടി അത് കൈകാര്യം ചെയ്തുകൊണ്ടാണ് ലോത്തിന് സംഭവിച്ചതുപോലെ അബ്രഹാമിന് സംഭവിക്കാഞ്ഞത്. നമ്മൾ ഓർക്കണം, ഒരുമിച്ച് യാത്ര ചെയ്തവരാണ്, ഒരേ കൂട്ടായ്മ അനുഭവിച്ചവരാണ്, ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. അബ്രഹാം എപ്പോഴും യാഗം കഴിക്കുമ്പോൾ ഈ ലോത്തും കൂട്ടരും ഒക്കെ, ഈ കസിൻസും നെഫ്യൂവും നീസും ഒക്കെ വന്ന് അവിടെ നിൽക്കും. കാരണം പുള്ളിയല്ലേ എൻ്റെ ഹെഡ്. ഇത് ദിവസവും കണ്ടിട്ടുണ്ട്, നമ്മളെല്ലാ ദിവസവും കാണുന്നുണ്ട് അല്ലേ. How many years we have been worshiping this Lord in truth and spirit? ഈ പെന്തക്കോസ്റ്റൽ രീതിയിൽ നമ്മൾ ആരാധിക്കാൻ തുടങ്ങിയിട്ട് എത്രയോ വർഷമായില്ലേ. വളരെ വളരെ അപൂർവം ചില ആളുകളെ ഉള്ളൂ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ. ബാക്കിയെല്ലാം അറ്റ്ലീസ്റ്റ് 25 years, quarter century. And what is happening with us? What is wrong with us? നമ്മെ തന്നെ നമ്മൾ കർത്താവിൻ്റെ മേശ ഇന്നുണ്ടല്ലോ, അതുപോലെ അത് വായിക്കും. കർത്താവിൻ്റെ ദാസന്മാർ പറയും, നാം നമ്മെ തന്നെ ശോധന ചെയ്യുക. A refining act. And this man was might have gone through or forced himself to go through that refining process. നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കുന്ന ഒരു അനുഭവം. അപ്പോൾ ദൈവത്തിന് യാഗം കഴിക്കാൻ പോകുമ്പോഴൊക്കെയും കണ്ട് നിന്നവരായിരുന്നു ഇവരെല്ലാവരും അത് കണ്ടു നിന്നവരാണ്. പക്ഷെങ്കിൽ ആ ഫോക്കസൊക്കെ അങ്ങ് തെറ്റിപ്പോവുക. നീരോട്ടമുള്ളതൊക്കെ കാണുമ്പോൾ അങ്ങോട്ടേക്ക് പോകാനുള്ള ഒരു ചായ്വ്. The disciples, we are called to walk by faith. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കർത്താവിൻ്റെ ശിഷ്യന്മാർ, നമ്മളെല്ലാം ശിഷ്യന്മാരാണ്. കർത്താവ് പറഞ്ഞു തന്നെ, നിങ്ങൾ ലോകമെമ്പാടും പോയി, ലോകത്തെല്ലായിടത്തും പോയി എല്ലാവരെയും എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളുവീൻ. അപ്പം നമ്മളെല്ലാം ശിഷ്യരാണ് കേട്ടോ. വി ഓൾ ആർ ഡിസൈപ്പിൾസ്. ലൈക്ക് ഹിസ് 12 ശിഷ്യന്മാർ, നമ്മൾ അതിലൊക്കെ പെടുന്നവരാ. അതിനാണ് നമ്മളെ തിരഞ്ഞെടുത്തത്. ദർ ഇസ് നോ സ്പെഷ്യാലിറ്റി ഫോർ ദം. നമ്മളെല്ലാവരും ഒരുപോലെയാണ്. പക്ഷെങ്കിൽ അവർ ഫോക്കസ് ചെയ്തത് വളരെ ദിവ്യമായതിനെയായിരുന്നു. നമ്മുടെ ഫോക്കസ് പലപ്പോഴും വിട്ടുപോകുന്നു. As disciples, we are called to walk by faith, and faith never knows where it is being led. എങ്ങോട്ടേക്കാണ് നമ്മെ നയിക്കുന്നത് എന്ന് നമുക്കൊരിക്കലും പ്രെഡിക്റ്റ് ചെയ്യുവാൻ കഴിയുകയില്ല. ആത്മാവിൻ്റെ നിറവിലൊക്കെയും ചില കാര്യങ്ങളൊക്കെ ദൈവം നമ്മെ കാണിച്ചു തരും, വെളിപ്പെടുത്തി തരും. പക്ഷെങ്കിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ഇറ്റ് ഈസ് നോട്ട് ഇൻ ഫേവർ ഓഫ് ദ വേ വി തിങ്ക്. അബ്രഹാം വിചാരിച്ച പോലെയൊന്നും ആയിരിക്കത്തില്ല ദൈവം നടത്തിയത്. പക്ഷെങ്കിൽ ഒരിക്കലും ചോദ്യം ചെയ്തില്ല. അതിൻ്റെ ക്ലാസിക്കൽ എക്സാമ്പിൾ ചില ആഴ്ചകൾക്ക് മുമ്പ് കർത്താവിൻ ദാസന് എടുത്ത ഒരു ഭാഗത്തിലുണ്ടായിരുന്നു. മോറിയ മലയിൽ മകനെ യാഗം കഴിക്കാൻ പോയ ആ സിനാരിയോ. വി ഹേർഡ് ഇറ്റ് വെരി ക്ലിയർലി. ദ ബോയ് വാസ് ടേക്കൺ. ഹി വാസ് നോട്ട് എ ബോയ്, ഹി വാസ് എ യൂത്ത്. അപ്പോൾ ചോദ്യം ചെയ്യാതെ, അപ്പോൾ നമുക്കറിയാം, അത് കർത്താവിൻ ദാസന്മാരൊക്കെ അത് വളരെ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഞാനും ബാലനും പോയി യാഗം കഴിച്ച് മടങ്ങി വരാം. എന്തോ ഒരു വിശ്വാസമായിരുന്നു, എന്തോ ഒരു സ്ട്രോങ് ഫെയ്ത്ത് ആയിരുന്നു. ഞാനും ബാലനും പോയി മടങ്ങി വരും, ആരാധിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരും, യാഗം കഴിച്ചിട്ട് ഞങ്ങൾ മടങ്ങി വരും. എനിക്ക് തോന്നുന്നില്ല ലോത്തിന് അത്രയും വിശ്വാസം ഉണ്ടായിരുന്നു എന്ന്. കാരണം ഓടിപ്പോകാൻ പറഞ്ഞ പുള്ളി പറഞ്ഞു പ്രയാസമാണ്. ഐ വുഡ് സേ അബ്രഹാം ആയിരുന്നേ പറഞ്ഞു, ഞാൻ ഓടിക്കോളാം, ഓടാനുള്ള ശക്തി തന്നാൽ മതി എന്ന് പറഞ്ഞേനെ. ഞാൻ വിശ്വസിക്കുന്നതാണ്. ദാറ്റ്സ് വാട്ട് ഐ ബിലീവ്. നമ്മളെല്ലാം അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ഞാനെങ്കിലും പറയാൻ ലോത്തിനെ പോലെ പറഞ്ഞേനെ, കർത്താവ് ഓടാൻ വേന, കാലിന് വേനയുണ്ടേ. പ്രായമൊക്കെ ആകുമ്പോൾ കാലിന് വേന വരും. അപ്പം അത്രയും ഒത്തിരി നേരം നിൽക്കുമ്പോൾ കാല് കിഴയ്ക്കും. ഇച്ചിരി നേരം ഇരുന്ന് പതുക്കെ പോകും. അല്ലെങ്കിൽ ടൈമെങ്കിലും ചോദിച്ചേനെ. നേരം വെളുക്കാനല്ല, ഇച്ചിരിയോടെ വെളുത്ത് കുറച്ചുകൂടെ കഴിഞ്ഞ് ഉച്ച വരെ ആകുമ്പോഴേക്കും ഞാൻ പതുക്കെ അങ്ങ് ചെല്ലാമെന്ന് പറയും. എന്തെങ്കിലും ഒരു എക്സ്ക്യൂസ് ചോദിക്കും.
ഇദ്ദേഹം പറഞ്ഞു അതിനേക്കാൾ നല്ലത് കൊണ്ട് ഇവിടെ അടുത്തൊരു സ്ഥലമുണ്ട്, അങ്ങോട്ട് പോയേക്കാന്നു. If it was Abraham, he would have said, give me the strength, Lord. എനിക്കതിനുള്ള ശക്തി തന്നാൽ മതി കർത്താവ്, നിന്റെ ശക്തി മതി. അപ്പോസ്തലനായ പൗലോസിനോട് കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി. My grace is sufficient for you to overcome that thorn which is troubling you every now and then. ഒരു മുള്ളുണ്ട്, അതൊന്ന് എടുത്ത് കളയണമെന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടല്ലോ, നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ മുള്ള് എടുത്ത് കളയണമെന്ന് മാനുഷികമായിട്ട് അത് പൗലോസിൻ്റെ അറിവ് വെച്ച് ദൈവമായിട്ടുള്ള ബന്ധം വെച്ച് കർത്താവ് ഇതൊന്ന് എടുത്തു തരണേ. കാരണം പുള്ളി അങ്ങനെ പറഞ്ഞ പല കാര്യങ്ങളും കർത്താവ് ഇവൈഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, വേവ് ഓഫ് ചെയ്തിട്ടുണ്ട്, ക്യാൻസൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ഇതൊന്ന് എടുത്തു കൊണ്ടേന്ന് പറഞ്ഞപ്പം കർത്താവ് പറഞ്ഞത് എന്തറിയോ, മൈ ഗ്രേസ് ഈസ് സഫിഷ്യൻറ്റ് ഫോർ യു. നിന്റെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന എൻ്റെ കൃപ നിനക്ക് മതി. എത്ര പേരല്ലേ സന്തോഷം. എനിക്ക് സ്തോത്രം ചെയ്യാൻ ഇപ്പം തന്നെ ഒന്ന് സ്തോത്രം ചെയ്യാൻ എനിക്കങ്ങ് തോന്നുന്നു. കർത്താവേ സ്തോത്രം, നിന്റെ കൃപ മതി. നമ്മളൊരു പാട്ട് പാടത്തില്ലേ, തിരുകൃപ മതി എനിക്ക്, അല്ലേ? തിരുകൃപ മതി, തിരുസാന്നിധ്യം കൂടെ പോന്നാൽ മതി. ഈ അമാലേക്കരെ ഞങ്ങൾ തോൽപ്പിക്കും, ഓഗിനെയും സിഹോനെയും ഒക്കെ ഞങ്ങൾ തോൽപ്പിക്കും. ഞങ്ങൾ മതിൽ ചാടി കിടക്കും, പടക്കൂട്ടം ഞങ്ങളുടെ മുമ്പിൽ ഒന്നുമില്ലാതായി തീരും. തിരുസാന്നിധ്യം കൂടെ പോരണം. തിരുസാന്നിധ്യം കൂടെ പോകുന്നപ്പോൾ ഞങ്ങൾ കണ്ടതാ അവര് കടലിൽ മുങ്ങിച്ചാകുന്ന കണ്ടത്. ഒരെണ്ണം മിച്ചം വന്നില്ല. ജീവനം പിന്നെ ക്രോസ് ചെയ്യാൻ നിന്നെല്ലാം ജീവനും കൊണ്ടോടി. ആമേൻ, സ്തോത്രം. ഓർക്കണം, പരാജയപ്പെട്ട ഇസ്രായേൽ മക്കൾ അവരുടെ പെട്ടകം കൊണ്ടുവന്നപ്പോൾ അവർ ആർത്ത് വിളിച്ചു. അത് കേട്ടപ്പോൾ തന്നെ ഫെലിസ്തീർ പേടിച്ചു പോയി. പക്ഷെ അതിനകത്ത് കാര്യമൊന്നും ഇല്ലായിരുന്നു. പെട്ടകം മാത്രമേ ഉള്ളായിരുന്നു, പെട്ടി മാത്രമേ ഉള്ളായിരുന്നു. ആമേൻ, സ്തോത്രം. ഒരിക്കലും അങ്ങനെ ആയി പോകരുത്. തിരുസാന്നിധ്യം കൂടെ പോന്നാൽ മതി. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, അബ്രഹാം ആയിരുന്നു ലോത്തിന്റെ സ്ഥാനത്തെങ്കിൽ പറയും, കർത്താവേ ഞാൻ ഓടിക്കൊള്ളാം, തരും ഓടാനുള്ള ബലം തന്നാൽ മതി. തിരിഞ്ഞു നോക്കാതെ ഞങ്ങൾ ഓടിക്കൊള്ളാം, ഒരെണ്ണത്തെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ ഞാൻ ഇവരെ പുറകിൽ നിന്ന് ഞാൻ ഓടിക്കൊള്ളാം, എല്ലാത്തിനും ഞാൻ ഓടിച്ചോളാം എന്ന് പറഞ്ഞേനെ. ആമേൻ, സ്തോത്രം. ഹല്ലേലൂയ. അബ്രഹാം പിതാവിൻ്റെ ഫൈനൽ സ്റ്റേജ് ഓഫ് ദ ലൈഫ് ഫെയ്ത്ത് ഈസ് ദി ഡെവലപ്മെന്റ് ഓഫ് അവർ ക്യാരക്ടർ. ദാറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ വിശ്വാസത്തിൻ്റെ അവസാന സ്റ്റേജ് എന്താണെന്നറിയാമോ? നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ്. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. There is a saying in English, show me a friend, I'll tell you character. അത് ഞാൻ അത്രയും വിശ്വസിക്കുന്നില്ല. എനിക്ക് ചില സ്നേഹിതൻ എൻ്റെ കൂടെ പഠിച്ചവരൊക്കെ ഉണ്ട്, അത്ര നല്ലവരൊന്നുമല്ല, അതെന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടില്ല. That is more important. Not that because I am a smart guy that I didn't follow them, because the grace of God was with me. ദൈവത്തിൻ്റെ കൃപയുണ്ടായിരുന്നുകൊണ്ട് അതൊന്നും ഫോളോ ചെയ്യാൻ എനിക്ക് തോന്നിയിട്ടില്ല. അത് നല്ലതല്ലെന്ന് തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത്. താങ്ക് യു ലോർഡ്. ദൈവത്തിന് സ്തോത്രം. അപ്പം the character, building up of a character is the final stage of our faith. യാക്കോബ് പറയുന്നുണ്ട്, വിശ്വാസമുണ്ട് പ്രവൃത്തിയില്ല. വിശ്വാസമുണ്ട് പ്രവൃത്തിയില്ല. ഭയങ്കര വിശ്വാസം, ഭയങ്കര ആരാധന, അന്യഭാഷ നല്ല രീതിയിൽ പറയും, കേൾക്കാത്ത ഭാഷ വരെ പറയും. പക്ഷെ പ്രവൃത്തിയിൽ വരുമ്പോൾ അത്ര അങ്ങോട്ട് പോരാ. എത്രയോ പേരെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്. വി ഹേർഡ് സ്റ്റേറ്റ്മെൻറ്റ്സ് ലൈക്ക് ദാറ്റ് അബൌട്ട് സോ മെനി പീപ്പിൾ. മേ ബി പീപ്പിൾ ആർ ടോക്കിംഗ് അബൌട്ട് അസ് ഓൾസോ. നമ്മെക്കുറിച്ച് അങ്ങനെ പറയുന്നുണ്ടായിരിക്കും. ഹൗ ഡു വി നോ? എപ്പോഴും ഒന്ന് ചെക്ക് ചെയ്യുന്നത് നന്നായിരിക്കും. ഒരു ചെക്ക് ലിസ്റ്റ് വെക്കുന്ന, ഇന്ന് ചെയ്തത്, ഇന്ന് സംസാരിച്ചപ്പം എവിടെയൊക്കെ നമ്മൾ ഈ കഥ പറയുമ്പോൾ ഇച്ചിരി അഡീഷണൽ പറയത്തില്ലേ, അതിനെന്താ പറയും നിങ്ങൾ? മസാല ഇടുക എന്ന് പറയും, അല്ലേ? ചെറിയ മസാല. അപ്പോൾ ഒരു ഇച്ചിരി ടേസ്റ്റി ആയിരിക്കും, കേൾക്കാൻ നല്ല സുഖമായിരിക്കും, ഒരു രസം, ഒരു അല്പം സംസാരിക്കുന്ന എല്ലാവർക്കുമൊക്കെ പറ്റിപ്പോകുന്നതാണ്. ഇതിൻ്റെ അയ്യോ അത് പറഞ്ഞ കൂട്ടത്തിലൊരു ഓളത്തിന് പറഞ്ഞാന്നൊക്കെ പറയും. കെയർഫുൾ. കഴിഞ്ഞ ദിവസമൊക്കെ ഞാൻ അയ്യോ എൻ്റെ ഭർത്താവേ, ചുമ്മാ തമാശയാണെങ്കിൽ പോലും ചെറുതൊന്ന് വിട്ടാൽ മോശമല്ലേ? People are watching us.
When people listen, they will also watch. Every guesters, they watch and they'll make a report out that conversation, that encounter. ഇല്ലേ? ചോദിക്കും. ഞാൻ കേട്ടിട്ടുണ്ട് ആളുകൾ പറയുന്നത് പെന്തക്കോസ്തൊക്കെയാണെന്നാണ് പറയുന്നത്. പക്ഷെ പുള്ളി മോശം. The last stage of our faith is our character. Developing our character. Day by day നമ്മുടെ ക്യാരക്ടർ ഇമ്പ്രൂവ് ചെയ്യണം. ഞാൻ ഒരിക്കൽ ഒരാൾ എന്നോട് വന്ന് ചോദിച്ചു, ഞാൻ പറഞ്ഞ് കേട്ടായിരുന്നു എന്ന്. ഞാൻ അദ്ദേഹത്തെ സ്നേഹമുള്ളതുകൊണ്ട് ഒരു മകനോടുള്ള വാത്സല്യത്തോടെ ഞാൻ അദ്ദേഹത്തെ ഒന്ന് ചെറുതായിട്ടൊന്ന് ശാസിച്ചു. അദ്ദേഹത്തിന് വലിയ വിഷമമായിപ്പോയി. പിന്നെ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞ് മകനെ, ഞാൻ മകനെ എന്നൊക്കെ എല്ലാവരെയും വിളിക്കുകയാണ്, ചുമ്മാ വിളിക്കുന്നത്. മകനെ, അങ്ങനെ നമ്മളൊന്ന് ഓർക്കണം. ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാനും വിചാരിച്ചു, എടാ ശരിയാണല്ലോ, ഞാനും ഒന്ന് ഓർക്കണമല്ലോ. Why? People are watching. People are focusing on us. People are listening to us. അതുകൊണ്ടാണ് ദാവീദ് രാജാവ് ഇങ്ങനെ പറഞ്ഞത്, every words of my mouth and every meditation of my heart be pleasing unto you, O Lord my God. എൻ്റെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദകരമായിരിക്കട്ടെ. And finally, one more thing to add. ഉൽപ്പത്തി പുസ്തകം Genesis chapter 15 and verse 6 says, Abraham believed the Lord. വിശ്വസിച്ചു. നമ്മൾ ഫെയ്ത്താ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫെയ്ത്ത് ആൻഡ് ബിലീഫ് ആർ ടു ഡിഫറെൻറ്റ് തിങ്സ്. അവൻ വിശ്വസിച്ചു. രണ്ടിനും ഒരേ വാക്കുകളാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നത്. ആൻഡ് ദർ ഇസ് നോ കണ്ടീഷൻ ഇൻ ലൈഫ് ഇൻ വിച്ച് we cannot abide in Jesus. There is no condition. And another thing is we have to learn to abide in Him wherever we are placed. India Christian Fellowship, that is where you are placed. Be faithful to the Lord. Be faithful to the society. Be faithful to the leadership. Be faithful to the whole system which God created for you and me. എനിക്ക് നിനക്കും വേണ്ടി ദൈവം ഒരുക്കിയ ആ സിസ്റ്റത്തിൽ വിശ്വസ്തരായിരിക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഈ ദിവസങ്ങളൊക്കെ നാം ചിന്തിക്കേണ്ടതും നാം നമ്മെ തന്നെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടതും ഓർമ്മിപ്പിക്കേണ്ടതുമായ കാര്യം, കർത്താവേ, എൻ്റെ വിശ്വാസ ജീവിതം അത് നിന്നെ ഫോക്കസ് ചെയ്തുള്ള വിശ്വാസ ജീവിതം തന്നെ ആയിരിക്കട്ടെ. അപ്പോൾ തന്നെ എൻ്റെ ക്യാരക്ടറും അതുപോലെ ഡെവലപ്പ് ചെയ്യുവാൻ നീ എന്നെ സഹായിക്കണമേ എന്ന ഉള്ള പ്രാർത്ഥനയോട് നമുക്കായിരിക്കാം ഈ ദിവസങ്ങൾ. അതിനായിട്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ വഴി നടത്തട്ടെ. എവറി വേർഡ്സ്, എവറി ആക്ഷൻസ്, എവറി മൂമെൻറ്റ്സ്, ലെറ്റ് ഓൾ ദാറ്റ് ബി പ്ലീസിങ് അൺ ടു അവർ ലോർഡ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കും.